ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ. വാ 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 വാ. വാ വാ. അല്ല, നിങ്ങളിതെല്ലാരും കൂടി എങ്ങോട്ടാ? ക്ഷേത്രത്തിലേക്ക് അമ്മേ. ക്ഷേത്രത്തിലേക്കോ? എന്നിട്ടെന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? ഞാനും കൂടി വരുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, ഒരുപാട് പടിക്കെട്ടുകളിലുള്ള ക്ഷേത്രമാ. അമ്മയുടെ മുട്ടുവേദനയും കൊണ്ട് ആ പടികളൊക്കെ കേറാൻ പാടായിരിക്കും. അതാ വിളിക്കാതിരുന്നത്, അല്ലേ നാത്തുനെ? അതെ അതെ. എന്നാ ഒരു കാര്യം ചെയ്, ദുർഗയും കൂടി കൊണ്ടുപോ. അവൾക്ക് മുട്ടുവേദനയൊന്നും ഇല്ലല്ലോ. പറ്റില്ല, ഇവളെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? ദുർഗ ഈ വീട്ടിലെ കുട്ടിയല്ലേ? കാര്യവും കാരണവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. വെറുതെ ഞങ്ങളുടെ സന്തോഷം തകർക്കാൻ അമ്മ നോക്കണ്ട. മുത്തശ്ശി പറഞ്ഞത് ശരിയല്ല അമ്മേ. ദുർഗേച്ചി നമ്മുടെ കൂടെ വന്നോട്ടെ. വാ ചേച്ചി. ദേ അഭി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയരുതെന്ന് പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മുത്തശ്ശി, ഞാൻ പോകുന്നില്ല. ഇവരെല്ലാം പോയിട്ട് വരട്ടെ. കണ്ടോ, ഇവക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നെ അമ്മയ്ക്ക് എന്തിനാ ഇത്ര വാശി? നിനക്കും ഇവളുടെ അഭിപ്രായം തന്നെ ആയിരിക്കും അല്ലേ? ഇതൊന്നും അത്ര നല്ലതിനല്ല. മുത്തശ്ശി, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ഭഗവാനെ കാണാൻ ഒരുപാട് പടിക്കെട്ടുകൾ കയറി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല മനസ്സുണ്ടാവണം, എന്നാലേ ദൈവം അനുഗ്രഹിക്കൂ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഉടനെ പ്രാകാൻ തുടങ്ങും. ഞാൻ പ്രാഗിയതൊന്നുമല്ല, ഉള്ള സത്യം പറഞ്ഞതാ. മുത്തശ്ശി ഇങ്ങ് വന്നേ. വന്നേ. ഇനി നിന്ന് സമയം കളയണ്ട, വേഗം പോകാൻ നോക്ക്. അല്ല, ഒരുപാട് പടിക്കെട്ട് കയറാനുള്ളതല്ലേ? ചെല്ല് ചെല്ല് ചെല്ല്. നടക്കടാ അങ്ങോട്ട്. ചെല്ല്.